അങ്ങനെ നമ്മുടെ സമ്മർ ടൈമിൻ്റെ ഒരു പീക്ക് അവസ്ഥയിലോട്ട് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലുള്ള പാരൻസിന് കൂടുതൽ ടെൻഷൻ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. സമ്മർ വെക്കേഷൻ ഉണ്ടാകുന്ന ടൈമാണ്. കുട്ടികൾക്ക് ആവശ്യത്തിനുള്ള ഫുഡും ഹൈഡ്രേഷനും വെള്ളവും കാര്യങ്ങളൊക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള ടെൻഷൻസ് ഉണ്ടാവും. കൂടാതെ വർക്കിംഗ് പാരൻസ് ആണെങ്കിൽ, ജോലിക്ക് പോകുന്ന പാരൻസ് ആണെങ്കിൽ കുട്ടികൾ വീട്ടിൽ ഒറ്റയ്ക്കാവുന്നതിൻ്റെ ടെൻഷനും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് കുട്ടികളെ എങ്ങനെയായിരിക്കും സേഫായിട്ട് അവരെ ഹെൽത്തി ആയിട്ട് അവരെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഡോക്ടേഴ്സിന് എന്താ പറയാനുള്ള ടിപ്സായിട്ട്? അപ്പം വെക്കേഷനിൽ നമ്മൾ ചൂട് കൊണ്ട് പ്രധാനമായും കാണുന്നത് ഡീഹൈഡ്രേഷനാണ്. അപ്പം ബേസിക് ഡിക്റ്റം സമ്മർ വെക്കേഷനിൽ ഹൈഡ്രേറ്റ് 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 എന്നതാണ്. അപ്പോൾ ഇതിൽ ശുദ്ധജലമാണ് ഏറ്റവും നല്ലത്. അപ്പം നമ്മുടെ റെക്കമെൻഡേഷൻ എന്ന് വെച്ചാൽ 1-3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഒരു 3-4 കപ്പ് വരെ, 4-8 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 5 കപ്പ്, 8 മുകളിലുള്ള കുട്ടികൾക്ക് 7-8 കപ്പ് വരെ വെള്ളം കുടിക്കാൻ കൊടുക്കുക. വെള്ളം കൂടാണ്ട് അതുപോലെ തന്നെ ഇളനീര് കൊടുക്കാം, കരിക്കും വെള്ളം കൊടുക്കാം, ഫ്രഷ് ഫ്രൂട്ട് ജ്യൂസും കൊടുക്കാൻ പറ്റുന്നതാണ്. കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, സോഡ പോലുള്ള കാർബണേറ്റഡ് ഡ്രിങ്ക്സ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. ഫ്രഷ് ഫ്രൂട്ട്സും കൊടുക്കാം. കെഫിനേറ്റഡ് ഡ്രിങ്ക്സ് അവോയ്ഡ് ചെയ്യണം. അതുപോലെ തന്നെ എനർജി ഡ്രിങ്ക്സ്, ഇപ്പോൾ ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻസ് പറയുന്നത് എനർജി ഡ്രിങ്ക്സ് അവോയ്ഡ് ചെയ്യാൻ പറയും. നമ്മളങ്ങനെ എപ്പോഴും അളന്നു കുടിക്കുക എന്നുള്ളൊരു ഐഡിയ നമുക്ക് ഇപ്പോഴാണ് വരാൻ തുടങ്ങിയത്. നമ്മുടെയൊക്കെ ചൈൽഡ്ഹുഡിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമ്മർ ടൈം ആകുമ്പോൾ പുറത്ത് പോവുക, കളിക്കുക, ഫ്രണ്ട്സിൻ്റെ കൂടെ കസിൻസിൻ്റെ കൂടെ കളിക്കുക. പക്ഷെ പുറത്ത് പോകുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ലേ? പുറത്ത് എപ്പോൾ പോകണം, അങ്ങനെയുള്ള ടൈമിങ് അങ്ങനെയൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടാവില്ലേ? ഓക്കെ, കളിക്കാൻ വിടുവാണെങ്കിൽ ഉച്ചയ്ക്ക് 12 മണി മുതൽ 3 മണി വരെ പുറത്ത് വിടാണ്ടിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ പുറത്ത് പോകുമ്പം സൺസ്ക്രീൻ ഉണ്ടെങ്കിൽ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഡ്രസ്സുകളാണെങ്കിൽ കോട്ടൺ ഡ്രസ്സുകൾ ധരിക്കുക. പിന്നെ അതുപോലെ തന്നെ ലൂസായ ലൈറ്റ് കളറുള്ള ഡ്രസ്സുകൾ വെയർ ചെയ്യുന്നത് നല്ലത്. ഇതുകൊണ്ട് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ്, ഇപ്പോൾ ഈ പറഞ്ഞ 12 തൊട്ട് 3 വരെ പുറത്ത് പോകുമ്പോൾ ഉണ്ടാവുന്ന കോംപ്ലിക്കേഷൻസ് ഒക്കെ എങ്ങനെയായിരിക്കും? സൺബേൺ ആയിട്ടാണോ? സൺബേൺ ഉണ്ടാവാം, അതുപോലെ തന്നെ ഹീറ്റ് ക്രാംസ് ഉണ്ടാവാം, ഹീറ്റ് എക്സോഷൻ, പിന്നെ കൂടിക്കഴിഞ്ഞാൽ സൂര്യാഘാതം, അതായത് ഹീറ്റ് സ്ട്രോക്ക് വരെ ഉണ്ടാകാം. അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. എങ്ങനെയാണ് നമുക്ക് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ, ഇപ്പോൾ പാരൻസിനാണെങ്കിലും കുട്ടികൾക്കാണെങ്കിൽ സൺബേൺ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് നമ്മൾക്കത് കാണാൻ പറ്റുക സ്കിന്നിൽ? സൺബേൺ ആണെങ്കിൽ ബേൺസിനെ പോലെ ചെറിയൊരു എറിതിമാറ്റസ്, ഒരു റെഡിഷ്നെസ് ഉണ്ടായേക്കാം. എക്സ്പോസ്ഡ് ഏരിയാസിൽ റെഡിഷ്നെസ് ഉണ്ടായേക്കാം. അതുപോലെ തന്നെ ഫസ്റ്റ് ഉണ്ടാകുന്നത് ഹീറ്റ് എക്സോഷനിൽ ഹീറ്റ് ക്രാംസ് ആണ്. ഇനീഷ്യൽ സിംറ്റംസ് ഉണ്ടാകുന്ന ഹീറ്റ് ക്രാംസ് ആണ്, അതായത് മസിലുകളിൽ വേദന, ഇതൊക്കെ ഉണ്ടാവാം. പിന്നെ അതുപോലെ തന്നെ ശരീരം പെട്ടെന്ന് ചൂടായേക്കാം, എന്നുവെച്ചാൽ ടെമ്പറേച്ചർ കൂടും, പനിയുള്ള പോലെ തോന്നാം. അപ്പോൾ ആ സമയങ്ങളിൽ തന്നെ ഫാസ്റ്റ് ബ്രീതിങ് ഉണ്ടാവാം, ശ്വാസം സ്പീഡിൽ കഴിക്കാം. അതുപോലെ തന്നെ ഹാർട്ട് റേറ്റ് കൂടിയേക്കാം. വെറുതെ പിന്നെ കുട്ടി ചില സമയം തലവേദന, തലകറക്കം എന്നീ കംപ്ലയിൻറ്റ്സ് പറഞ്ഞേക്കാം. ഓക്കാനം, ഛർദി ഇത് ഉണ്ടാവാം. കൂടിക്കഴിഞ്ഞാൽ ഇവൻ അബോധാവസ്ഥ വരെ ഉണ്ടാവാം. ഇപ്പം നമ്മൾ വെള്ളം കുടിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു. അതുപോലെ ഭക്ഷണം കഴിക്കുന്നതിനും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ചൂട് കാലത്ത് നമ്മൾ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ, കഴിക്കേണ്ട ഭക്ഷണ രീതി അങ്ങനെ നമുക്ക് നോക്കാനായിട്ടുണ്ടോ? ഇല്ല, എപ്പോഴും ഒരു സമീകൃത ആഹാരം കഴിക്കുക. അത് വെച്ചാൽ ബാലൻസ്ഡ് ഡയറ്റ് അതെപ്പോഴും ഏത് കാലമായാലും ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇപ്പം നമ്മളൊരു പ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ ആവശ്യത്തിന് ധാന്യങ്ങൾ, പച്ചക്കറികൾ, ഫ്രൂട്ട്സ്, പിന്നെ അങ്ങനെയുള്ള മത്സ്യം കഴിക്കുന്നവർ മത്സ്യം, എല്ലാത്തിനും പോർഷനായിട്ട് കഴിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. പിന്നെ എപ്പോഴും ഇപ്പം കാണുന്നത് വെച്ചാൽ കുട്ടികളെപ്പോഴും വീട്ടിലായിരിക്കും, കുറേ സമയം വീട്ടിലാക്കും. പേരൻസ് ജോലിക്ക് പോകുമ്പോൾ കുട്ടികൾ വീട്ടിലിരിക്കുന്നുണ്ടാവും. അപ്പോൾ അവർ തന്നെ ചിപ്സ്, ബിസ്ക്കറ്റ്സ് അങ്ങനെയൊക്കെ ഒരുപാട് കഴിക്കുന്നുണ്ട്. അത് ഭയങ്കര ഒരു അൺഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡ് ഹാബിറ്റ് ആയിരിക്കും. കൂടുതലും പ്രോസസ്ഡ് ഫുഡ് കഴിക്കുമ്പോൾ കുട്ടികളുണ്ടാകുന്ന പൊണ്ണത്തടി, ഒരുപാട് അസുഖങ്ങൾ, വയസ്സായിട്ട് വരുന്ന ഓരോ അസുഖങ്ങൾ കുറച്ച് നേരത്തെ തന്നെ നമുക്ക് കാണപ്പെടും. അതുകൊണ്ട് അങ്ങനത്തെ ഫുഡൊക്കെ ഒഴിവാക്കുക. പിന്നെ ധാരാളമായി വെള്ളം കുടിക്കുക. പിന്നെ വീട്ടിൽ നിന്ന് തന്നെ ജ്യൂസൊക്കെ ഇങ്ങനെ പാക്കറ്റ് ജ്യൂസസ് ഒക്കെ വാങ്ങി കഴിക്കുന്നത് അതൊക്കെ ഒഴിവാക്കുക. ആഡഡ് ഷുഗറും ആഡഡ് സോൾട്ടും ഉള്ള സാധനങ്ങൾ പറ്റുന്നതും ഒഴിവാക്കുക ഡയറ്റിൽ നിന്ന്. അതുപോലെ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്തിട്ടുള്ള ഫുഡുകൾ നമ്മൾ പറയുന്നത് അതൊക്കെ ഈ ജങ്ക് ഫുഡ്സിൽ പെടുന്നത്. പക്ഷെ വീട്ടിലുണ്ടാക്കുന്ന ഫെർമെൻറ്റഡ് ഫുഡ്സ്, അങ്ങനത്തെ ഇപ്പോൾ സമ്മർ സീസൺ ആകുമ്പോൾ മാങ്ങ ഉപ്പിലിട്ടത് അങ്ങനത്തെ ഒക്കെ കഴിക്കുന്ന ഒരു ഇതുണ്ടാവുമല്ലോ. അങ്ങനെ നമുക്കത് കഴിക്കുന്നതിൽ എന്തെങ്കിലും ദോഷമുണ്ടോ? സമ്മർ സീസണിൽ ഇതേപോലത്തെ ഫെർമെൻറ്റഡ് ഫുഡ്സ് ഒക്കെ കഴിക്കുന്നതിൽ ഒരു ലിമിറ്റ് കഴിഞ്ഞ് കഴിക്കരുത്. ഇപ്പം ഒരുപാട് കുട്ടികൾ OPD വരാറുണ്ട്. ഇത് ഒരുപാട് ഉപ്പിലിട്ട പൈനാപ്പിളും ഉപ്പിലിട്ട മാങ്ങ ഒരുപാട് കഴിക്കും. പിന്നെ അതുകൊണ്ട് ഛർദിയും അങ്ങനെയായിട്ട് വരാറുണ്ട്. അപ്പം അതിപ്പം നമുക്കൊരു ലിമിറ്റ് വെക്കാനും പറ്റില്ല. ബട്ട് കൂടുതൽ സോൾട്ടി ഫുഡ് എപ്പോഴും അവോയ്ഡ് ചെയ്യാൻ തന്നെയാണ് പറയുന്നത്.
പിന്നെ എനിക്ക് അപ്പോഴും സംശയം, ഇതൊരു പേരൻസ് ഫാമിലി മൊത്തത്തിലൊരു നോർമൽ ഡയറ്റ് ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും. എല്ലാം അത് കുട്ടീനെ കൂടുതലും മാത്രം കുട്ടിക്ക് ഇങ്ങനെ എന്താണ് മോഡലുള്ള കുട്ടി അതായിരിക്കുമല്ലോ അതെ, നോക്കി parents എപ്പോഴും ഹോം മെയ്ഡ് ആണ് എപ്പോഴും. പേരൻസിന് റോൾ മോഡലായിട്ട് പാരന്റ്സ് എന്ത് കഴിക്കുന്ന കുട്ടികൾ അത് ഫോളോ ചെയ്യാനുള്ള ചാൻസ് ഒരാളൊന്നും കഴിക്കുന്നുണ്ട് കുട്ടിയോട് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് ഫ്രൂട്ട്സ് നന്നായിട്ട് കൊടുക്കാം. ഇപ്പോൾ തണ്ണീർമത്തൻ പോലുള്ള നല്ല വാട്ടർ കണ്ടന്റ് ഉള്ള ഫ്രൂട്ട്സ് നന്നായിട്ട് കൂടുതൽ കൊടുക്കാം. പിന്നെ എനിക്കുള്ള ഡൗട്ടാണ് ഇപ്പം പ്രത്യേകിച്ച് പെൺകുട്ടികളിൽ, ഗേൾസിൽ ഈ ഹൈജീൻ, ഈ പ്രത്യേകിച്ച് സമ്മർ സീസൺ ആകുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന ഇൻഫെക്ഷൻസ്, പ്രൈവറ്റ് പാർട്സിലൊക്കെ ഉണ്ടാവുന്ന ഇൻഫെക്ഷൻസ് ആൺകുട്ടികൾക്കും ഒരേപോലെ എഫക്റ്റിംഗ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഹൈജീൻ പരമായിട്ടുള്ള കാര്യങ്ങൾ ഈ സമ്മർ സീസണിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ യൂഷ്വലി മെൻസ്ട്രൽ ഹൈജീൻ നമ്മൾ അഡ്വൈസ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ മെൻസ്ട്രൽ ഹൈജീനിൽ പറയുന്നത് തന്നെ ഈ ഫ്രീക്വൻറ്റ് ചേഞ്ച് ഓഫ് പാഡ്സ്, അപ്പോൾ അത് കാര്യമായിട്ട് നോക്കണം. പിന്നെ അതുപോലെ തന്നെ ആ ഈവൻ കോട്ടൺ ഡ്രസ്സസ് യൂസ് ചെയ്യുക, ലൂസ് കോട്ടൺ ഡ്രസ്സസ്, ഇന്നവേഴ്സ് ഒക്കെ കോട്ടൻ്റെ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ആ ഇറുകിയിരിക്കുമ്പോഴുള്ള പിന്നെ ഇച്ചിങ് ഒക്കെ ഈവൻ വെള്ളം നന്നായി കുടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ UTIസും ഇതും അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നമുക്കിങ്ങനെ ലിമിറ്റ് റെക്കമെൻഡഡ് ഇത്ര ഗ്ലാസ് കുടിക്കണം എന്നല്ല, ബട്ട് പറ്റുന്നതും നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക ബേസിക്കലി. അത് സ്ക്രീൻ ടൈമൊക്കെ ഒരുപാട് കൂടുന്ന സമയമാണ് അല്ലേ? വെക്കേഷൻ ആകുമ്പോൾ കാർട്ടൂൺസ്, എസ്പെഷ്യലി സ്മോൾ സ്ക്രീൻസ്, അതിലോട്ടുള്ള ഒരു അറ്റൻഷൻ മാത്രം കൂടിക്കൊണ്ടുവരാം. ഒരു റൂമിലോട്ട് മാത്രം കുട്ടികൾ ഒതുങ്ങിപ്പോകുന്ന സിറ്റുവേഷൻസ് ഇപ്പോൾ കൂടുതൽ കാണുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ കസിൻസ് ആയിട്ടാണ്, ഫ്രണ്ട്സിൻ്റെ ഫാമിലിയിലും ഒക്കെ ആയിട്ടാണെങ്കിലും കുട്ടികൾ ഒരു റൂമിൽ ഇരുന്ന്, ഒരു ഗസ്റ്റ് വന്നാലോ നമ്മൾ ഫ്രണ്ട്സ് വന്നാൽ പോലും പുറത്തോട്ട് വരാനായിട്ടുള്ളൊരു താല്പര്യം കുട്ടികൾ കാണിക്കുന്നില്ല. നമുക്ക് എങ്ങനെയാണ് ആ ഒരു ഇതിനെ ടാക്കിൾ ചെയ്യാനായിട്ട് എന്താ പറ്റുക ഈ സ്ക്രീൻ ടൈം? സ്ക്രീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇൻക്ലൂഡ്സ് എവറിത്തിങ്, വാട്ട് എവർ. ഇപ്പം നമ്മളെ മൊബൈൽ ഫോൺ, ടാബ് ആവട്ടെ, TV ആവട്ടെ, എല്ലാം കൊണ്ട് സ്ക്രീനാണ്. അപ്പോൾ ഇതിന് ടോട്ടലാണ് നമ്മൾ ഈ സ്ക്രീൻ ടൈം എന്ന് പറയുന്നത്. അപ്പം സ്ക്രീൻ ടൈമിന് റെക്കമെൻഡേഷൻസ് ഉണ്ട്. അല്ല, ഇപ്പം നമുക്കിത് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ഒരു കുട്ടികൾക്കിപ്പം പ്രോജക്റ്റ് ചെയ്യാനോ എന്തെങ്കിലും സ്കിൽഡ് ക്രിയേറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവരത് വെച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് കംപ്ലീറ്റ്ലി ഇത് പറ്റില്ല. ജനറേഷൻ എല്ലാവരും യൂസ് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്ന അത് ആവശ്യം വരും. പക്ഷെ എപ്പോഴും നമ്മളൊരു ലിമിറ്റേഷൻ വെക്കണം. ഇപ്പോൾ ഒരു ലെസ് ദാൻ 2 years, 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഒരു സ്ക്രീനും ഈവൻ ഫോൺ മാത്രമല്ല TVയോ ഒന്നും കാണാൻ പാടില്ല. എന്ന് വെച്ചാൽ അവർ ആ സമയത്ത് ആ ഒരു ഏജാണ്, ഗ്രോ ചെയ്യുന്ന ഏജ്, വളരുന്ന ഏജാണ്. ആ ഒരു ചുറ്റുപാടുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ്, മറ്റുള്ളവരുടെ ഇൻട്രാക്ഷൻസ്, ഇതൊക്കെയാണ് അവരുടെ ഡെവലപ്മെൻറ്റ്, വളർച്ചേനെ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യുന്ന കാര്യങ്ങൾ. ഇപ്പം സംസാരിക്കുന്നതായാലും ഒക്കെ ഇമ്പ്രൂവ് ആവും. ഒരു സൈഡിലേക്ക് മാത്രമാകുമ്പം ഒരു മൊത്തത്തിലുള്ള ഒരു ഫോക്കസ് മാറും. പിന്നെ രണ്ടാമത് വെച്ചാൽ 2 to 5 മുകളിലോട്ടുള്ള കുട്ടികൾ മാക്സിമം 1 hour, 1 മണിക്കൂർ കൂടുതൽ സ്ക്രീൻ യൂസ് ചെയ്യാൻ പാടില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കാനൊക്കെ ഫോൺ പാസിഫയർ പോലെ കുട്ടി കരയുമ്പോ മൊബൈലാണ് കൊടുക്കുന്നത്. ഇല്ല, ഇപ്പൊ ലാംഗ്വേജ് ഡിലേ തന്നെ കാര്യമായിട്ട് അതുകൊണ്ടാണ് വരുന്നത്. ഇപ്പം നിങ്ങൾ സ്പീച്ച് തെറപ്പിസ്റ്റ് ആണെങ്കിൽ ഫീൽ ചെയ്യുക ആ ഒരു ഇമ്പാക്ട് ശരിക്കും ഉണ്ട്. ഈവൻ സംസാരിക്കുന്ന പോലും സ്ലാങ് ഓൾമോസ്റ്റ് ആ കാർട്ടൂൺ സ്ലാങ് കൊണ്ടാണ് അവര് സംസാരിക്കാൻ തുടങ്ങുക. പണ്ടാണെങ്കിൽ ഇപ്പം കാക്ക പൂച്ചാന്ന് പറയുന്നുണ്ടെങ്കിൽ ഇപ്പം ആ ഒരു അപ്പം ഡെഫിനറ്റ്ലി അതിനെ കൊണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ അഡോലസൻസിനെ പറയുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ ആണ്. അപ്പം മിക്കവാറും എല്ലാവരും സ്നാപ്ചാറ്റ്, ഇൻസ്റ്റ, വാട്സാപ്പ് എല്ലാം യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത് കുറച്ച് അതിനായിട്ടുള്ള റിസ്ക് കുറേ ഉണ്ട് സോഷ്യൽ മീഡിയ യൂസ്. അപ്പം മാം പറഞ്ഞ പോലെ നമുക്ക് ഡെവലപ്മെൻ്റൽ ഏജിൽ നമ്മൾ സ്ക്രീൻ റെസ്ട്രിക്ഷൻ വേണം. ഈ പറഞ്ഞ ഏജ് ലെവലിൽ ബിലോ 2 years ആണെങ്കിൽ 0 സ്ക്രീൻ ടൈം എന്നുള്ളത് നമുക്ക് പറയാം. കാരണം ഇറ്റ് വിൽ അവരുടെ ഡെവലപ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. അവരുടെ സംസാരം, സ്പീച്ചിൻ്റെ ഡെവലപ്മെൻ്റ് ഒക്കെ എഫക്റ്റ് ചെയ്യുന്നതാണ്. പക്ഷേ അഡോളസൻസിലോട്ട് വരുമ്പോൾ, മുതിർന്ന കുട്ടികളിലോട്ട് വരുമ്പോൾ എന്തിനാണ് അവരുടെ റെസ്ട്രിക്ഷൻ? എന്താണ് അവർക്ക് റിസ്ക് ഉണ്ടാവാൻ പോകുന്നത്? അഡോളസൻസിലും നല്ല റിസ്ക് ഉണ്ട്. പ്രധാനമായും ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്. കൂടുതലും ഇതും കൊണ്ടിരിക്കുമ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റി നന്നായിക്കോ. അപ്പോൾ ഇതുകൊണ്ട് അമിതഭാരം, ഓവർ വെയ്റ്റ്, ഒബേസിറ്റി ഒക്കെ ഉണ്ടായേക്കാം. അപ്പം ഓവർ വെയ്റ്റ്, ഒബേസിറ്റി ഉണ്ടായേക്കാം. അപ്പം ഇത് കൂടാണ്ട് സോഷ്യൽ മീഡിയ അഡിക്ഷൻ കൊണ്ട് ഉറക്കമില്ലായ്മ, ഉറക്കക്കുറവ്, പഠനത്തിൽ പിന്നോട്ട് പോകുക, സത്യസന്ധമായ സുഹൃത്ത് ബന്ധങ്ങൾ ഇല്ലാണ്ടാകുക, അതുപോലെ തന്നെ കുട്ടികളെ അഡൾട്ട് കണ്ടന്റ്സിനെ എക്സ്പോസ് ചെയ്യുക, സൈബർ ക്രൈം, സൈബർ ഭീഷണി, സെക്സ്റ്റിംഗ്, ഇതിനൊക്കെ എക്സ്പോസ് ചെയ്യപ്പെടുക, പ്രൈവസി തീർച്ചയായും നഷ്ടപ്പെടും. അപ്പം സോഷ്യൽ മീഡിയയിലുള്ള പോസ്റ്റുകൾ പെട്ടെന്ന് പടർന്നേക്കാം. ചില സമയം നമുക്കതിന് നീക്കാൻ പോലും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള റിസ്കുകൾ കുട്ടികൾ മനസ്സിലാക്കണം.
പറഞ്ഞ പോലെ റെസ്ട്രിക്ഷൻസ് വരുമ്പോൾ കുട്ടികളുണ്ടാവുന്ന മെൻ്റൽ സ്ട്രെസ്സും ഒരുപാടുണ്ടാവും. ചില കുട്ടികൾക്കെങ്കിലും അത് ഒരുപാട് റിസ്ട്രിക്ഷൻ ആയിട്ട് തോന്നിയേക്കാം. ഇപ്പോൾ ഈ അടുത്ത് നമ്മുടെ പത്രത്തിലൊക്കെ വായിച്ച കുട്ടികൾ നാട് വിട്ട് വീട് വിട്ടു പോയി, അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ സ്ക്രീൻ ടൈം കുറയ്ക്കുന്നതിനനുസരിച്ച് നമുക്ക് അവരെ ആക്റ്റീവാക്കി എടുക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ റെക്കമെൻഡ് ചെയ്യാനായിട്ട് പറ്റും വെക്കേഷൻ ആക്ടിവിറ്റി? സോഷ്യൽ മീഡിയ അക്കൗണ്ട് 13 ഇയേഴ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഓപ്പൺ ചെയ്യാൻ പാടില്ല. ഇത് റൂളാണ് ആക്ച്വലി. പിന്നെ അതുപോലെ തന്നെ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പേരന്റൽ കൺസെന്റ് ഇല്ലാണ്ട് സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്യരുത്. അപ്പം നമുക്കിതിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ അഡോളസെന്റ് ഏജ് അറിയാമല്ലോ നിങ്ങൾക്ക്, അവർക്ക് എപ്പോഴും ഒരു പ്രൈവസി ആവശ്യം. പേരൻസ് ആയിട്ട് നമുക്ക് അവരോടൊന്ന് ഡിസ്കസ് ചെയ്യുക, അവരെ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസിനെ പറ്റി ഡിസ്കസ് ചെയ്യുക. പേരൻസ് യൂഷ്വലി ഇതൊന്നും യൂസ് ചെയ്യാറില്ല. അപ്പം ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുമായി അവരും പരിചയപ്പെടാം, അതിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, കുട്ടികളെ ഫ്രണ്ട് ആക്കാം. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ കുറച്ച് സേഫ്റ്റി ടിപ്സ് പഠിപ്പിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. സ്ട്രേഞ്ചേഴ്സിനെ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ പരിചയമില്ലാത്ത വ്യക്തികളുമായി ഓൺലൈൻ ചാറ്റ് ചെയ്യാണ്ട് നോക്കുക. അപ്പോൾ അത് കൃത്യമായി പറയും. പിന്നെ അതുപോലെ തന്നെ ഓൺലൈനിൽ പരിചയപ്പെട്ട വ്യക്തികളുമായി ഇവർക്ക് നേരിട്ട് കാണാൻ അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അത് പേരൻസിൻ്റെ കൂടെയോ, അത് അവർ സമ്മതിക്കില്ലായിരിക്കും, എന്നാലും ഫ്രണ്ട്സിൻ്റെ കൂടെയോ, അല്ല ഒരു റെസ്പോൺസിബിൾ അഡൾട്ടുമായി ഒരു പൊതുസ്ഥലത്ത് വെച്ച് പോയിട്ട് സംസാരിക്കുക. ഏതെങ്കിലും പോസ്റ്റുകൾ അവർക്ക് അറിയുന്നതോ അറിയാത്ത വ്യക്തികളിൽ നിന്നും ഉള്ള പോസ്റ്റുകളോ മെസ്സേജുകളോ അവർക്കൊരു വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ ഒരു ഡിസ്കംഫർട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അത് പേരൻസിനോടും ടീച്ചേഴ്സിനോടൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ വെക്കേഷൻ ടൈം ആകുമ്പോൾ ഈ എക്സ്ട്രാ കരിക്കുലർ കാര്യങ്ങളിലോട്ട്, ഇപ്പോൾ ഡാൻസ് ആയിക്കോട്ടെ, ക്രാഫ്റ്റ്സ് ആയിക്കോട്ടെ, അങ്ങനത്തെ ക്ലാസ്സുകളിലോട്ടൊക്കെ പോകുന്നുണ്ട്. ഇപ്പോൾ പക്ഷെ അത് കുറച്ചും കൂടെ വേറൊരു ഹയർ ലെവലിലോട്ട് വന്നിട്ടുണ്ട്. ചില കുട്ടികൾക്ക് അതിലോട്ട് ഇൻവോൾവ് ആവാനൊരു മടിയും കാര്യങ്ങളും, മേ ബി ഈ സ്ക്രീൻ അഡിക്ഷനും അങ്ങനത്തെ കാര്യങ്ങളാവാം. അപ്പം വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ഇതേപോലത്തെ എക്സ്ട്രാ കരിക്കുലർ അല്ലെങ്കിൽ എക്സ്ട്രാ ആക്ടിവിറ്റീസിലുള്ള സ്കിൽസ് എങ്ങനെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യാനായിട്ട്, എങ്ങനെയാണ് നമുക്ക് ഹെൽപ്പ് ആസ് എ പാരൻ്റ് അല്ലെങ്കിൽ ഒരു കെയർ ഗീവർ എന്നുള്ള രീതിയിൽ എങ്ങനെയായിരിക്കും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക? കുട്ടികളാണെങ്കിൽ എപ്പോഴും അവർക്കും കളിക്കാൻ തന്നെയായിരിക്കും കൂടുതൽ ഇഷ്ടം. അപ്പോൾ അവർക്ക് കളിക്കാൻ ചിലപ്പം കൂട്ടുണ്ടാവില്ല, അവർ ഒറ്റയ്ക്കായിരിക്കും വീട്ടിലുണ്ടാവുക. അപ്പോൾ പേരൻസ് ഒരു സൈഡിൽ നിന്ന് അവർ ഫോൺ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, പേരൻസ് വേറെ രീതിയിൽ ബിസിയാണ്, മെയിൻലി ഫോണിലൊക്കെ ആയിരിക്കും. അപ്പോൾ കുട്ടികൾ ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കാൻ പറയാൻ നമുക്ക് പറ്റില്ല. അപ്പം പേരൻസും എല്ലാവരും ഇൻവോൾവ് ചെയ്യുക. കുട്ടികളുടെ കൂടെ ഒറ്റയ്ക്കുള്ള കുട്ടിയാണെങ്കിൽ അവർക്കും കൂടെ ഇരുന്ന് കളിക്കാം. പണ്ടൊക്കെ നമ്മൾ കളിച്ച പോലത്തെ വല്ല ഈവൻ ഇൻഡോർ ഗെയിംസ് തന്നെ, സ്നേക്ക് ആൻഡ് ലാഡറോ അങ്ങനത്തെ ക്യാരംസ് ക്യാരംസ് ഒക്കെ വെച്ച് കളിച്ചാൽ എല്ലാ ഫാമിലി ഒന്നിച്ചൊരു നല്ല ഹാപ്പി മൊമെന്റ് ആയിരുന്നു. ബേസിക്കലി പേരൻസും റോൾ മോഡലാണ്. ഇവര് സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്തിട്ട് ഇവരോട് കുട്ടികളും ബട്ട് ഇതിന്റെ ഹസാർഡ് തീർച്ചയായിട്ടും മനസ്സിലാക്കണം. ഈവൻ ഫോർ ദാറ്റ് മാറ്റർ സ്ക്രീൻ ടൈം ആകട്ടെ, ഈവൻ സോഷ്യൽ മീഡിയ ഇപ്പൊ നമ്മൾ ഒരുപാട് ഡെയിലി ന്യൂസിൽ കാണുന്നുണ്ട് ഇപ്പൊ ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പൊ അതിൽ നിന്ന് നമ്മളെ കുട്ടികളെ എങ്ങനെയാ രക്ഷിക്കാൻ പറ്റുക, സേവ് ചെയ്യാൻ പറ്റുക, നമുക്ക് എങ്ങനെയാ സേഫ്റ്റി റൂൾസ് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുക, ഇതൊക്കെ ചെയ്യുന്നത് മാതാപിതാക്കളുടെ അവരുടെ പേരൻസിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ഡോക്ടർ നേരത്തെ പറഞ്ഞു സൺബേൺ ഒക്കെ ഉണ്ടാവുമ്പോൾ, ലൈക്ക് പുറത്ത് പോകുമ്പോൾ ചില സമയങ്ങളിൽ പോകുമ്പോൾ, അപ്പോൾ അതിനുള്ള ഫസ്റ്റ് എയ്ഡ് ആയിട്ട് വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ ചെയ്യുന്നത് ഉടനടി നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ സൺബേൺ ഒക്കെ ഉണ്ടാവും? സൺബേൺസിന്റെ ഞാൻ പറഞ്ഞില്ലേ സിംറ്റംസ്, ഒരു എരിതമായിട്ട് സ്കിൻ ചേഞ്ച് വരിക, ഇതൊക്കെയാണ്. അപ്പോൾ ഈ നമുക്കൊരു ഹീറ്റ് എക്സോഷൻ അല്ലെങ്കിൽ സൺസ്ട്രോക്കിന്റെ സിംറ്റംസ് എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ അവരെ ഒരു തണലത്തേക്ക് മാറ്റുക. കുട്ടികളെ ടൈറ്റ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ലൂസൺ ചെയ്യും. തണുത്ത വെള്ളം കൊണ്ട് ശരീരം തുടയ്ക്കാൻ പറ്റും. ധാരാളം വെള്ളം കുടിക്കാൻ. പിന്നെയും ബുദ്ധിമുട്ട് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും എന്തായാലും വൈദ്യസഹായം തേടും. പിന്നെ ഈ പറഞ്ഞ പോലെ ദഹനക്കേടുകൾ വരുന്നൊരു സമയമാണ് സമ്മർ ടൈം. കാരണം ചില ഭക്ഷണങ്ങൾ സമ്മർ ടൈമിൽ കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. മീറ്റും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരുപാട് കഴിക്കരുതെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അതിലെന്തെങ്കിലും സത്യമുണ്ടോ? ദഹനക്കേട് വരാൻ ചാൻസ് ഉണ്ട്, പ്രത്യേകിച്ച് ഈ വേനൽക്കാലത്ത് ദഹനക്കേട് കൂടുതൽ. മിതമായിട്ട് ഭക്ഷണം കഴിച്ചാൽ കുഴപ്പമില്ല, മീറ്റെല്ലാം ഇൻക്ലൂഡ് ചെയ്യണം. ഒരാൾക്ക് വളർച്ച കുട്ടിക്ക് ഇന്ന ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് ടാബു ആവും, പിന്നെ അങ്ങോട്ടേക്കുള്ളത് കഴിക്കില്ല. പക്ഷേ എല്ലാ ഭക്ഷണം ഇൻക്ലൂഡ് ചെയ്തിട്ട് തന്നെ ഫുഡ് കഴിപ്പിക്കാൻ നോക്കുക. പറ്റുന്നത് ഇങ്ങനത്തെ സാധനങ്ങൾ, നമ്മുടെ പാക്കറ്റ് സാധനങ്ങൾ അങ്ങനത്തെ ഒക്കെ കഴിക്കുമ്പോഴാണ് കുട്ടികൾക്ക് ഒരുപാട് ഷുഗറോ അല്ലെങ്കിൽ ഒരുപാട് സോൾട്ടി ആയിരിക്കും. ചിപ്സൊക്കെ നോക്കിയാൽ ഒരുപാട് ഉപ്പൊക്കെ അല്ലെങ്കിൽ മസാല ഇപ്പം അങ്ങനെ ഉണ്ടാകുമ്പോൾ കുട്ടികൾക്ക് വേറെ കഴിക്കാൻ തോന്നില്ല. നമ്മളടുത്ത് വയറുവേദനയായിട്ട് വരുന്ന കുട്ടികളോട് ചോദിച്ചാൽ ഒരു 90% കുട്ടികളും ഒരുപാട് ഈ ചിപ്സ് പോലത്തെ പാക്കറ്റ് ചിപ്സസ് അതൊക്കെ കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വയറുവേദനയായിട്ട് എപ്പോഴും വരിക. അപ്പോൾ ബാക്കി ഭക്ഷണം നേരെ കഴിക്കുന്നുണ്ടാവില്ല, അവർ ഈ സാധനങ്ങൾ മാത്രമേ. കോൺസ്റ്റിപ്പേഷനും നന്നായിട്ട് വെള്ളം കുടിച്ചില്ലെങ്കിൽ അത് പിന്നെ മലബന്ധം എന്ന് പറഞ്ഞ് ഒരുപാട് പേര് വരാറുണ്ട് OPDs. അപ്പം
മതിയായ വെള്ളം കുടിക്കില്ല, ഇതുപോലത്തെ ഫാസ്റ്റ് ഫുഡ്സ് ജങ്ക്സ് കഴിക്കുന്നതുകൊണ്ട്, ഫൈബർ റിച്ച് അല്ലാത്ത ഫുഡ് കഴിക്കുന്നതുകൊണ്ട് കോൺസ്റ്റിപ്പേഷനും ഉണ്ട്. ഓക്കെ. അപ്പോൾ വെക്കേഷൻ ടൈമാണ്. അപ്പം ഡോക്ടേഴ്സിന് എങ്ങനെയാണ് ഒ പിയിലുള്ള പേഷ്യൻസ് കൂടുതലും? എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് വെച്ചാൽ വെക്കേഷൻ ടൈം കുറച്ചുകൂടി അപകടങ്ങൾ കൂടാനായിട്ടുള്ള ചാൻസ്. ഇപ്പോൾ വെള്ളത്തിൽ മുങ്ങിയിട്ടുള്ള അപകടങ്ങൾ, അതുപോലെ പിന്നെ ഇപ്പോൾ വിഷുവൊക്കെയാണ് വരുന്നത്. അപ്പോൾ സെലിബ്രേഷൻസിൻ്റെ ഇടയിൽ ഉണ്ടാവുന്ന ഈ തീപ്പൊള്ളലേറ്റിട്ടുള്ള അപകടങ്ങൾ. അപ്പോൾ ഇതിനൊക്കെയുള്ളൊരു പ്രിവെൻഷൻ എങ്ങനെയായിരിക്കും നമ്മൾ കാണുന്നത്? അതുകൂടാണ്ട് കുട്ടികൾ കുറച്ചും കൂടി അഡ്വഞ്ചറസ് ആയിരിക്കും. അപ്പം സൈക്കിൾ കൊണ്ട് പോവാൻ, മരം കയറുന്ന മരം കയറിയേക്കാം, റോഡിൽ പോവാൻ, സൈക്കിൾ കൊണ്ട് മെയിൻ റോഡിൽ പോകുന്ന കുട്ടികളുണ്ട്. അപ്പം നമുക്ക് വരാറുണ്ട് കേസസ്, ആക്സിഡൻസ് ഒക്കെ ആയിട്ട് വരാറുണ്ട്. അപ്പം ബേസിക്കലി സൂപ്പർവൈസ് ചെയ്യാം, നന്നായിട്ട് സൂപ്പർവൈസ് ചെയ്യാം. ഇപ്പം ഈ ആഘോഷങ്ങൾ വരികയാണ്, വിഷു ഒക്കെ വരികയാണ്. അപ്പം നമ്മൾ ഫയർ ക്രാക്കേഴ്സും നമ്മൾ ഒരുപാട് സേഫ്റ്റി മെഷേഴ്സ് ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ കുഞ്ഞു കുട്ടികൾ 5 വയസ്സിന് താഴെ കുട്ടികൾക്ക് ഈ കമ്പിത്തിരിയൊക്കെ കൊടുത്ത് കളിപ്പിക്കാറുണ്ട്. അതൊക്കെ ഒരു ചെറിയ കുട്ടികളെ അവോയ്ഡ് ചെയ്യാം. ചെറിയ 5 ഇയേഴ്സിന് താഴെയുള്ള 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിലൊന്നും അത് കൊടുക്കാൻ പാടില്ല. എന്താ വെച്ചാൽ അവർ പെട്ടെന്ന് പേടിക്കുകയൊക്കെ ചെയ്താൽ വെറുതെ നിലത്തിട്ട് ദേഹത്തോ സ്വന്തം എനിക്ക് പറ്റിയിട്ടുണ്ട്, എൻ്റെ കാല് പോലും വരാൻ സാധ്യതയുണ്ട്. പിന്നെ എപ്പോഴും ഒരു അഡൾട്ട്, ഒരു മുതിർന്ന ആൾക്കാരുടെ കൂടെ ഇതൊക്കെ ചെയ്യാൻ പാടില്ല. എന്തെങ്കിലും കത്തിക്കാൻ കുട്ടികൾ ഒറ്റയ്ക്ക് 100% സൂപ്പർവിഷൻ ഇല്ലാണ്ട് ചെയ്യരുത്. അതുപോലെ തന്നെ വാട്ടർ ബോഡീസ്, ഇപ്പം ലേക്സോ റിവേഴ്സിന്റെ അടുത്ത് പോവാണെങ്കിലും ഒന്ന് സൂക്ഷിക്കുക. ഇവർ അറിയാണ്ട് പോയി സ്വിം ചെയ്യാൻ, അല്ല ജസ്റ്റ് മുങ്ങിപ്പോകുന്ന ഡ്രൗണിങ് ഉണ്ടാവേണ്ട സാധ്യതകളുണ്ട്. സൂപ്പർവൈസ് ചെയ്യുക. അപ്പം അവർക്ക് തിരക്കാണെങ്കിൽ വേറൊരു റെസ്പോൺസിബിൾ അഡൾട്ടിനെങ്കിലും ഏൽപ്പിക്കസ്റ്റ് അങ്ങനെ വിടരുത്. അലോണ്ട് പിന്നെ ഡോക്ടർക്ക് ഒ പിയിൽ വരാൻ ചാൻസ് ഉള്ള ഇപ്പോൾ വായിൽ ചെറിയ ഈ കടലയൊക്കെ തപ്പി പോയിട്ടുള്ള കുട്ടികൾ വരും, മൂക്കിൻ്റെ ഉള്ളിൽ കടലമണിയൊക്കെ പോയിട്ട് അങ്ങനെയുള്ള കേസസൊക്കെ വരാറില്ലേ? അപ്പോൾ അങ്ങനെയുള്ള കേസസ് വരുമ്പോൾ എങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞു കൊടുക്കുക ഇത് ഇനി പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്? കാരണം കുട്ടികളാണ്, നമുക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാനായിട്ട് എപ്പോഴും പറ്റണം എന്നില്ല, പക്ഷെ അവരുടെ ആക്ടിവിറ്റീസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ എങ്ങനെയാണ് നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുക? ഇപ്പോൾ കുഞ്ഞു കുട്ടികളുടെ അവരുടെ വളർച്ച ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അവരെല്ലാ സാധനവും എടുത്ത് വായിൽ വെക്കുക, അതൊക്കെ അവരുടെ ഒരു വളർച്ചയുടെ ഭാഗമായിട്ടുണ്ടാവും. ചെറിയ കുട്ടികൾ ഒരു 2 വയസ്സിനൊക്കെ താഴെ. അപ്പം നമ്മളിങ്ങനെ കുഞ്ഞു സാധനങ്ങൾ, ചെറിയ മുത്ത് പോലത്തതോ അല്ലെങ്കിൽ ബട്ടൺസ് അങ്ങനത്തെ സാധനമൊക്കെ നിലത്ത് വീഴാതെ ഒന്ന് നോക്കുക. എന്തെങ്കിലും താഴെ കിടക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ റിമൂവ് ചെയ്യണം. എന്ന് വെച്ചാൽ കുട്ടികൾക്ക് ആ ഒരു ടെൻഡൻസി ഉണ്ടാവും, എടുത്ത് വായിലിടുക ഒക്കെ ഉണ്ട്. പിന്നെ ഉള്ളത് വെച്ചാൽ ഈ മെഡിസിൻസ് പോലത്തെ സാധനങ്ങൾ, ഒരുപാട് ടാബ്ലറ്റ്സ്, വലിയ ആൾക്കാരുടെ ഗുളികകൾ, ഇങ്ങനത്തെ ഒക്കെ എപ്പോഴും ഷെൽഫിന്റെ മുകളിൽ തന്നെ വെക്കുന്നു. കുട്ടി ചിലപ്പോൾ മരുന്ന് തീരെ കഴിക്കാത്ത കുട്ടിയായിരിക്കും, നിർബന്ധിച്ചു, പക്ഷെ ഇങ്ങനെ ഒരു സാധനം ഒരു ബോട്ടിൽ അവിടെ കണ്ട അവരെടുത്ത് തന്നെ കുടിക്കും. അപ്പം കേട്ടിട്ട് റീസെന്റ് ഇപ്പം അടുത്ത് തന്നെ പാരസെറ്റമോൾ ഒരുപാട്. അപ്പം ഇങ്ങനത്തെ മരുന്നുകൾ ഓവർഡോസ് ആയാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പം കയ്പായാലും അവർ ചിലപ്പം കഴിച്ചെന്ന് വരാം. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ മെഡിസിൻസ് പോലത്തെ സാധനങ്ങൾ മുകളിൽ വെക്കുക. ചെറിയ സാധനങ്ങളൊന്നും താഴെ വീഴാതെ ഒന്ന് നമുക്ക് നാണയങ്ങൾ, കോയിൻസ്, അതൊക്കെ എപ്പോഴും സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് വെക്കുക. കുട്ടികൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലത്ത് എപ്പോഴും സൂക്ഷിക്കുക. പിന്നെ നമ്മൾ ഇപ്പോൾ ടീനേജേഴ്സ് ആണെങ്കിലും നമുക്ക് ഒരു ഫാക്ടേഴ്സ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തല്ലോ, നമ്മളെങ്ങനെ പ്രിവെൻഷൻ അല്ലെങ്കിൽ സേഫ്റ്റി കൺസേൺ എന്നുള്ള രീതിയിൽ നമുക്ക് എന്തൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും? മെയിനായിട്ട് സ്ട്രേഞ്ചേഴ്സിനെ സൂക്ഷിക്കുക. വെർച്വൽ ഐഡൻറ്റിറ്റി, ഈവൻ വെർച്വൽ ഫോട്ടോസ് തികച്ചും ഫേക്ക് ആയിരിക്കും എന്ന കാര്യം പറഞ്ഞുകൊടുക്കും. സ്ട്രേഞ്ചേഴ്സ് ആയിട്ട് ഒരിക്കലും ഓൺലൈൻ ചാറ്റ് ചെയ്യാൻ സമ്മതിക്കരുത്. അപ്പോൾ ഇൻ കേസ് അവർ പരിചയപ്പെട്ട വ്യക്തികളെ അവർക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ അപ്പം ഒരു പേരൻറ്റിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ടോ അല്ല റെസ്പോൺസിബിൾ അഡൾട്ടിൻ്റെ കൂടെയോ ഒരു പബ്ലിക് സ്ഥലത്ത് വെച്ച് കാണുക. പിന്നെ നിങ്ങളുടെ ഫോട്ടോസോ സ്ട്രേഞ്ചേഴ്സുമായി ഒരിക്കലും ഷെയർ ചെയ്യരുത്. അതുകൂടാണ്ട് പേഴ്സണൽ ഡീറ്റെയിൽസ്, അതായത് സ്കൂളിൻ്റെ പേര്, എവിടെയാണ് പഠിക്കുന്നത്, അപ്പോൾ നിങ്ങൾ വീട്ടിലെ അഡ്രസ്സോ ഫോട്ടോസോ ഇതൊന്നും ഷെയർ ചെയ്യരുത്. അപ്പോൾ ഇത് കാര്യമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പം ഈ സോഷ്യൽ മീഡിയാസിൽ ഇതിനെ കൊണ്ടുണ്ടാവുന്ന ഇപ്പോൾ സൈബർ ക്രൈംസും ഇതിനൊക്കെ ഡിസ്കസ് ചെയ്യാം. നമുക്ക് പേരൻസായിട്ട് കുട്ടികളോട് ഡിസ്കസ് ചെയ്യാം, ഇങ്ങനെയൊക്കെ ഹസാർഡ്സ് ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ എന്തെങ്കിലും സന്ദേശങ്ങളോ മെസ്സേജസോ പോസ്റ്റോ ഇവർക്ക് ഒരു വേദനിപ്പിക്കുന്ന മെസ്സേജാണ് അല്ലെങ്കിൽ ഇവർക്കൊരു ഡിസ്കംഫർട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അത് തീർച്ചയായും പേരൻസിനോട് വന്ന് ഡിസ്കസ് ചെയ്യണം. അതിനൊരു ബുദ്ധിമുട്ട് കാണുവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ടീച്ചേഴ്സിനോടോ അല്ല അവരുടെ ക്ലോസ് ഫ്രണ്ട്സിനോട് പറയാണ്ട് നിൽക്കുമ്പോൾ കൂടുതൽ പ്രോബ്ലംസിലേക്ക് അവർ കുട്ടികൾക്ക് ഒരു നോൺ ജഡ്ജ്മെന്റലായിട്ടുള്ള വളരെ പോസിറ്റീവായിട്ട് നമ്മൾ ആ ഒരു ഇത് റാപ്പ് വെക്കണം കുട്ടികളുമായിട്ട്. പേരൻസ് ആ ഒരു റാപ്പ് അവർക്ക് വന്ന് ഡിസ്കസ് ചെയ്യാം. ഇങ്ങനെ എന്തെങ്കിലും അവർക്കൊരു ഡിസ്കംഫർട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ വന്ന് അമ്മേനോട് പേരൻസിനോടൊന്ന് പറയാൻ പറ്റണം. ആ ഒരു റാപ്പ് നിങ്ങൾ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഇപ്പോൾ ഉള്ള ആ ഒരു സോഷ്യൽ മീഡിയ ഏജിൽ തീർച്ചയായും ചെയ്യേണ്ടതാണ്. ഞാൻ ഇത് പറയുന്നത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് പ്രത്യേകിച്ചും നമ്മൾ ഒരുപാട് കാണുന്നുണ്ട്. ടീനേജേഴ്സാണ് ഈ ഒരു പ്രശ്നങ്ങളിൽ പെടുന്നത്.